ഹായ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 7:30 അപ്പോൾ ശനിയാഴ്ചയാണ്, ജോലിക്ക് ഓഫീസിലൊന്നും പോകണ്ട. അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ സാറ്റർഡേ സൺഡേസിലും മിക്കവാറും എടുക്കുമല്ലോ. അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് സാറ്റർഡേ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല സുഖമാണ്, തണുപ്പാണ്, ചൂടൊക്കെ പോയി. രാവിലെയൊക്കെ നല്ല തണുപ്പാണ്, നമുക്ക് കിടന്നുറങ്ങാൻ ചിലപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് തോന്നും. ഇന്ന് പക്ഷേ കിടക്കാൻ തോന്നിയായിരുന്നു. പിന്നെ ഞാനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. കാരണം നേരത്തെ എണീറ്റില്ലെങ്കിൽ പണി പാടും. ഞങ്ങളുടെ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുമ്പം നമ്മളിത് ചെയ്യുന്നതിനെക്കാട്ടിലും ഇരട്ടി സമയം, സാധാരണ ജോലികൾ ചെയ്യുന്നതിലും ഇരട്ടി സമയം വേണം എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന ദിവസം ഞാൻ സാധാരണയിൽ നേരത്തെ എണീക്കും. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അപ്പം ഞാൻ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊരു 8-8:30 ആകുമ്പോഴേ എനിക്കത്തുള്ളൂ. ശ്രീഹരി ഇപ്പോഴും ഉറങ്ങുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 7:30 ആകുമ്പോഴേക്കും ഈ ശബ്ദം. രാവിലെ ഈ സമയത്ത് വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ കൊണ്ട് കൊടുക്കും. മറ്റേ ക്യാന് ഞങ്ങളിവിടെ നിന്നല്ല വാങ്ങിക്കുന്നത്, ഇതിൽ നിന്നല്ല വാങ്ങിക്കുന്നത്. ഈ സൗണ്ട്. അപ്പം ഇപ്പം അങ്ങനെ രാവിലെ നല്ല സുഖമായിട്ട് നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് അബദ്ധം പറ്റി. വെയിൽ ഭയങ്കരമായി ഇങ്ങോട്ട് അടിക്കുമ്പോൾ, ഈ മുറിയിലോട്ട് അടിക്കുമ്പോഴേ അത് വാതിൽ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. അതിനൊന്നും അടച്ചുകൊണ്ടിട്ടിരിക്കുകയാണെങ്കിൽ ഒട്ടും അറിയത്തില്ല രാവിലെ ആയിട്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇതുപോലെ ഒത്തിരി ലേറ്റായി എണീറ്റപ്പോഴത്തേനും. അതുകൊണ്ട് ഇന്ന് ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് കണ്ണു തുറന്നു. പിന്നെ നമുക്കിന്ന് രാവിലെ ആദ്യം തന്നെ പോയി. ഇപ്പോൾ ശ്രീഹരി എന്തായാലും ഇന്ന് ലേറ്റ് ആവും എണീക്കാൻ. കാരണം ഇന്നലെ കുറേ നേരം, വെള്ളിയാഴ്ച രാത്രി കുറേ നേരം ഇരുന്നിട്ടാണ് ജോലി ഉണ്ടായിരുന്നു. അപ്പം കുറേ താമസിച്ചാണ് കിടന്നത്. നമുക്ക് പോയി പാല്, ചിക്കൻ ഇതൊക്കെ എടുത്തുകൊണ്ട് വരാം. ഇവിടെ ഇങ്ങനെ 2 ടൈപ്പിലുള്ള അരളി ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ചെടിയെപ്പറ്റി ഇങ്ങനെ ഇതിൻ്റെ ഇലയൊക്കെ വിഷമാണെന്നൊക്കെ ഇങ്ങനെ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. സ്റ്റെപ്പ് കയറി വന്ന് അണിച്ചു. കാരണം രാവിലെ ഒരു ഇതാവുമല്ലോ. ഇപ്പം വൈകിട്ട് നടക്കാൻ പോകുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് റീസ്റ്റാർട്ട് ചെയ്യണം. കാരണം ശ്രീഹരിയും നടക്കാൻ പോകുന്ന കുറഞ്ഞു. കാരണം ഇങ്ങനെ ശ്രീഹരിനെ ലിഫ്റ്റ് അധികം ഉപയോഗിക്കത്തേ ഇല്ല. ശ്രീഹരി ഫുൾ സ്റ്റെപ്പാണ്. എപ്പോൾ പാലെടുക്കാൻ പോയാലും, ഇപ്പം ഇതെടുക്കാൻ പോയാലും, എന്ത് താഴെ വന്നാലും സ്റ്റെപ്പ് വരെ വരത്തുള്ളൂ. എനിക്കത് ഇച്ചിരി മതി. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ കയറിയതാണ്. കാരണം നമുക്കൊന്നും അറിയണമല്ലോ. പിന്നെ നമ്മൾ എത്രത്തോളം അണയ്ക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു സ്റ്റാമിന എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റും. സ്റ്റെപ്പ് വെക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് പാല് തിളപ്പിക്കാം. ശ്രീഹരി കുറച്ച് കഴിഞ്ഞിട്ട് ചായ ഇടാം. ചിക്കൻ ഒന്ന് ഫ്രിഡ്ജിനകത്ത് അടങ്ങിയിട്ട്, ചിക്കൻ ഉച്ചക്കത്തേക്ക് മതി. ചിക്കൻ ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്ന്. ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ രാവിലെ പുട്ടും ഗ്രീൻ പീസ് കറിയും. ഗ്രീൻ പീസ് കറി ഇന്നലെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇന്നലെ രാത്രിയിൽ. അതുകൊണ്ട് വലിയ പരിപാടി ഇല്ല. രാവിലെ കുറച്ച് ഫ്രീ ആണ്. ഞാൻ ചില സമയത്ത് ഗ്രീൻ പീസും കടലയെല്ലാം ഇപ്പോൾ ഇതുപോലെ രാത്രി ചപ്പാത്തിയുടെ കൂടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ആക്കും. കാരണം അപ്പോൾ രാവിലെ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. ചിലപ്പോൾ ഞാനതൊന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് റീമേക്ക് ചെയ്തെടുക്കും എനിക്ക് തോന്നിയാൽ. അല്ലെങ്കിൽ ഞാനത്
ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. ഇന്ന് രാവിലെ ഞങ്ങളത് എടുത്തങ്ങ് തീർക്കും. ആ ഒരു കണക്കിന് ഞാൻ ഉണ്ടാക്കും. അതാകുമ്പം രാവിലെ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പം ഇന്നലെ രാത്രി ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. അപ്പം അതിൻ്റെ ഗ്രീൻ പീസ് കറി ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. രാവിലെ മിക്കവാറും ഇവിടെ ശനിയാഴ്ചകളിൽ പുട്ടാണ്. ശ്രീഹരിക്ക് പുട്ടും കടല പുട്ട്, ഗ്രീൻ പീസ് ഇതൊക്കെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ്. അപ്പം അതൊക്കെ മിക്കവാറും ഈ വീക്കെൻഡിലോട്ടേ ഞങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ മിക്കവാറും ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ദോശയാണ്, റാഗി ദോശ, അരിദോശ, അല്ലെങ്കിൽ മറ്റേ ദോശ എന്താ ഗോതമ്പ് ദോശയാണ് വീക്ക് ഡേയ്സിൽ. വീക്കെൻഡിലാണ് പുട്ട്, ഇടിയപ്പം. പക്ഷേ അപ്പമൊക്കെ ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റിൽ അധികം ഉണ്ടാക്കാറില്ല. കാരണം ചൂട് സമയത്ത് ഉണ്ടാക്കിയിരുന്നു, നമ്മുടെ ആ ഒരു സമ്മറിൽ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തണുപ്പായി കഴിഞ്ഞാൽ ഞാൻ അരി ഉഴുന്നും അങ്ങനെ അരയ്ക്കാറുമില്ല. ഈ സമ്മറിൽ മാത്രമേ ഞാൻ അരി ഉഴുന്നും റാഗി അണിലൊക്കെ അരയ്ക്കത്തുള്ളൂ. ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഈ ബാംഗ്ലൂരിൻ്റെ ക്ലൈമറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഒരു സമയം, ഒരു മഴ സീസൺ തൊട്ട് അങ്ങ് അടുത്ത ഒരു ജാനുവരി വരെ അതൊക്കെ അരച്ച് വെക്കാം. ഒരു ഉച്ചയ്ക്കൊരു 2 മണി 3 മണി നേരത്തെ അരച്ച് വെച്ചാൽ അരി ഉഴുന്ന ദോശയ്ക്കൊക്കെ പിറ്റേ ദിവസം രാവിലത്തേക്ക് അത് പുളിച്ച് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഈ തണുപ്പ് സമയത്ത് പുളിപ്പിക്കുന്നത്, നമ്മൾ ചൂട് സമയത്ത് തണുപ്പ് സമയത്ത് പുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വന്നാൽ അതിനൊരു സുഖം എനിക്ക് തോന്നാറില്ല. പക്ഷെ ചൂട് സമയത്ത് അങ്ങനെയല്ല. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ആ ഒരു പുളിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റും വരും. ഇപ്പം ഈ ഒരു ക്ലൈമറ്റിൽ, ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ പുളിച്ച് വന്നാലും ആ ഒരു എനിക്ക് പൊങ്ങി വരും ആ ഒരു സമയമ്പോഴത്തേനും. പക്ഷെ എനിക്കൊരു സുഖം കാണത്തില്ല. പിന്നെ എനിക്ക് വലിയ ഓവനില്ല. വലിയ ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ മാവ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആവുമെന്നാണ് ഈ പുറത്തുള്ളവരൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് കണ്ടിരിക്കുന്നത്. പുറത്ത് താമസിക്കുന്നവരൊക്കെ അങ്ങനെയാണ്, മീൻസ് ഈ നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നല്ലതായിട്ട് കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് അത്രയും വലിയ അവനില്ല. എൻ്റെ ചെറിയൊരു ഒച്ചിച്ച് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് ഗ്രില്ല് ചെയ്യാനും കേക്ക് ഉണ്ടാക്കാനും അങ്ങനെയുള്ള ഐറ്റംസിന് വേണ്ടിയിട്ട് മാത്രമുള്ള. അതുകൊണ്ട് ആ പരിപാടി നടക്കാത്തതുകൊണ്ട് ഞാൻ ഈ മാവരയ്ക്കുന്ന പരിപാടിയിലേക്ക് പോകാറില്ല. അത് ഈ സമ്മറിൽ മാത്രം ഞാൻ ഈ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ ഒരു ടൈമിൽ ഞാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കുന്നതും വളരെ കുറവാണ്. ഈസ്റ്റിട്ട് പൊങ്ങി വരും, കുഴപ്പമില്ല. എന്നാലും നമ്മൾ ചൂട് സമയത്ത് ആ ഒരു ഇതിൽ ഉണ്ടാക്കുന്ന ഒരു പെർഫെക്ഷൻ എന്തായാലും കിട്ടത്തില്ല. അപ്പം പിന്നെ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങും. ഒരു 3-4 മണിക്കൂറിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ പൊങ്ങും. എന്നാലും എനിക്കങ്ങോട്ടൊരു ആ ഒരു ഇതെനിക്ക് തോന്നിയിട്ടില്ല. ഇനി എൻ്റെ കുഴപ്പം കൊണ്ടാണോന്ന് അറിയത്തില്ല, ഞാൻ അരയ്ക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അപ്പം ആ ഒരു ഇതിലൊന്നും ഇപ്പം പോകാറില്ല. സമ്മറിൽ പക്ഷെ ഞാൻ ചെയ്യും ആ ഒരു സമയത്ത്. നല്ലത് അതുകൊണ്ട് ഞങ്ങൾ പുട്ട്, ഇടിയപ്പം, പൂരി ആ കാര്യങ്ങളായിരിക്കും മിക്കവാറും ശനി ഞായർ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പം നമുക്ക് പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് വേവിക്കാൻ വയ്ക്കാം. എപ്പോഴും തലേദിവസം വേവിച്ച് വെക്കുന്ന റൈസാണ് ഫ്രൈഡ് റൈസിന് കൂടുതലും നല്ലത്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. നമ്മൾ അപ്പം ചൂടാക്കി അപ്പം വേവിച്ചിടുന്നതിലും കുറച്ച് തണുത്ത റൈസ് ചേർക്കുന്നതാണ് അതിനൊരു സുഖം. പക്ഷെ ഞാൻ ഇന്നലെ ചെയ്തില്ല. ഞാനങ്ങനെ ഇടയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ ഓർത്ത് അത് തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ഞാൻ വിചാരിച്ചു രാവിലെ ആദ്യം തന്നെ നമുക്ക് പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ഫ്രൈഡ് റൈസിൻ്റെ റൈസ് വേവിച്ച് വെക്കാം, കുക്കറിൽ വേവിച്ച് വെക്കാം. അപ്പോൾ ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ തണുത്തിരിക്കും. പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാനിവിടെ അരി എടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. 1 കപ്പാണ് ഞാൻ എടുക്കുന്നത്. അപ്പം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി, നന്നായിട്ട് കഴുകിയിട്ട്.
അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം കുറച്ച് ഉപ്പും ചേർത്ത് ഒറ്റ വിസിൽ അത്രയും മാത്രം അടിച്ചാൽ മതി. അത് വേവിക്കാൻ വെച്ചു. പിന്നെ ഞാനിവിടെ നമ്മുടെ പുട്ടിന് കുഴയ്ക്കുവാണ്. അത് ഡബിൾ ഹോൾസിൻ്റെ പുട്ടുപൊടി ആയതുകൊണ്ട് ഒരു ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചു. അപ്പോൾ നമുക്കിനി ചായ ഇടാം. നമ്മൾ കറി ഉണ്ടല്ലോ, അപ്പോൾ അതിനും കുറച്ച് കഴിയുമ്പോൾ ചൂടാക്കിയാൽ മതി. പുട്ടിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. തേങ്ങ പുട്ടിനുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇന്നത്തെ ഡിഷിനൊന്നും തേങ്ങ വേണ്ട, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇനി തേങ്ങ തിരുവി ശനിയാഴ്ച ശ്രീഹരി തിരുമ്മി തരും, എന്നാലും ഇനി തേങ്ങ തിരുമണമല്ലോ എന്ന് ഇരിപ്പുണ്ടെങ്കിൽ നമുക്കൊരു ഇതാണ്. പിന്നെ രാവിലെ അതിന് മാത്രം മതി. അതുള്ളത് പുട്ടിനുള്ളത് രണ്ടര മറ്റേ ചിരട്ടപ്പുട്ട്, അത് മതി ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ അതിനുള്ള തേങ്ങ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി രാവിലെ ഇനി തേങ്ങ തരുമ്പോഴൊന്ന് നോക്കണം. ഞാൻ എടുത്തില്ല ഫ്രിഡ്ജിനകത്ത്. എൻ്റെ ഫ്രിഡ്ജ് ഈ അടുക്കളയ്ക്കകത്തല്ല, എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഇത് അങ്ങാ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ നമ്മുടെ പ്ലഗൊക്കെ വേറെ ഇടത്താണ്. അപ്പോൾ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം വരുന്നത്. ഇവിടുന്ന് ഫ്രിഡ്ജിനകത്ത് സാധനം എടുക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടണം, എപ്പോഴും അങ്ങോട്ട് ഓടണം. അതാണ് വേറൊരു പ്രശ്നമുള്ളത്. അപ്പം ഞാൻ നോക്കിയില്ല, ഇനി പോകുമ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ ചായ ഇടുകയാണ്. അപ്പോൾ എൻ്റെ കണക്ക് 1 ഗ്ലാസ് പാലിന് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു രീതിയിലാണ് ഞാൻ ചായ ഇടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആ ഒരു സമയത്ത് ചെറുതായിട്ട് ഫോണിലൊക്കെ കുത്തുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചായയൊക്കെ നമ്മുടെ തേയിലയൊക്കെ ഇട്ടു. ഞങ്ങൾ പഞ്ചസാര ഉപയോഗിക്കത്തില്ല ചായക്കകത്ത്, അപ്പം അതെല്ലാം അരിച്ച് മാറ്റി വെച്ചു. അതിനിടയ്ക്ക് ഞാൻ ഇന്ന് ശ്രീഹരി സാധാരണ ഈ ബദാമിൻ്റെ തൊലിയൊക്കെ കളയുന്നത്, പക്ഷേ ഇതുവരെ എണീറ്റിട്ടില്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കുകയാണ്. ഇനി ഞാൻ ചായ കൊണ്ട് ചെല്ലുമ്പോഴേ എനിക്ക് തൊള്ളായിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തു. ഈ രാവിലെ കിട്ടുന്ന ഒരു റിലാക്സേഷൻ എപ്പോഴും വീക്കെൻഡിലേ നടക്കാറുള്ളൂ. കാരണം വീക്ക് ഡേയ്സിൽ ഇപ്പം രാവിലെ ഇപ്പം എന്താ പറയുന്നത്, ശ്രീഹരിക്ക് ഇപ്പം ഈ ഇടയ്ക്കലത്തെ ദിവസം ഓഫീസിൽ പോകണ്ടെങ്കിലും നേരത്തെ ഇതൊക്കെ റെഡിയാക്കണം. കാരണം ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാം കഴിക്കുകയൊക്കെ വേണമല്ലോ. അപ്പം ആ ഒരു സമയം ഉള്ളതുകൊണ്ട്, സമയത്തിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ രാവിലെ അത്ര നേരം ഒന്നും ഇരിക്കാറില്ല. പക്ഷെ ഞാൻ വീക്കെൻഡിൽ എനിക്ക് ആക്ച്വലി ഇങ്ങനെ അധികം പണിയൊന്നും ഇല്ലാത്ത ദിവസം, പ്രത്യേകിച്ച് ഹോളിഡേയ്സിൽ കുറച്ച് രാവിലെ നേരത്തെ എണീറ്റ് ഇങ്ങനെ ചായ കുടിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫുൾ റിലാക്സ് ചെയ്ത്. അപ്പം എനിക്ക് കൂടുതലും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എനിക്ക് കുറച്ച് അതായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ചില സമയത്തൊക്കെ രാവിലെ ശനി ഞായറൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേന് കണ്ണ് തുറന്ന് ഞാൻ ഉണരും. ഇന്ന് അതാണ് ആക്ച്വലി സംഭവിച്ചത്. എനിക്ക് കുറച്ച് നേരം രാവിലെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം പുട്ടിൻ്റെ കാര്യമൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഇനി തേങ്ങ ഇട്ട് അത് മിക്സ് ചെയ്യുക. ആവും മറ്റേത് ക്രീം പീസ് കറി ഞാൻ ചൂടാക്കി എടുക്കുന്നുള്ളൂ. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇനി തേങ്ങ എനിക്കും വയ്യ, ശ്രീഹരിക്കും വയ്യ. കാരണം ഇനിയും പ്രത്യേകിച്ച് തേങ്ങയുടെ ആവശ്യമില്ല. ഉച്ചയ്ക്ക് നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. രാത്രിയിൽ ഒട്ടും വേണ്ട, ചില്ലി ചിക്കൻ്റെ ബാക്കി എന്തായാലും കാണും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചപ്പാത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പം പിന്നെ എന്തിനാ വെറുതെ ഇനി തേങ്ങ പൊട്ടിച്ച് വെറുതെ ഫ്രിഡ്ജിൽ കയറ്റുന്നത്. അപ്പം നാളത്തേക്ക് ഇപ്പം എപ്പോഴും തേങ്ങ എനിക്ക് ചമ്മന്തി അരയ്ക്കാനൊക്കെ ഫ്രഷായിട്ട് തിരുമ്മി ചമ്മന്തി അരയ്ക്കുന്ന ടേസ്റ്റ് ഒരിക്കലും നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ കൊണ്ട് അരച്ചാൽ കിട്ടാറില്ല. എനിക്ക് എപ്പോഴും തോന്നിയില്ല. നമ്മൾ അപ്പം തിരുമ്മി അപ്പത്തെ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ച് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു ടേസ്റ്റ് ഒരിക്കലും എനിക്ക് തോന്നിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് തേങ്ങ ഇവിടെ ഇരിക്കട്ടെ. നാളെ നമുക്ക് ചമ്മന്തിക്ക് നാളെ എന്തായാലും ചമ്മന്തിക്കോ തോരനോ എന്തായാലും ഉച്ചയ്ക്ക് നാളെ എന്തായാലും ചോറും സാധാരണ കൂട്ടാനും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുന്ന കുറച്ചുകൂടെ ഇത്. അപ്പം വെറുതെ എന്തിനാ ഇപ്പം തിരുമ്മി ഫ്രിഡ്ജിനകത്ത് കയറ്റുന്നത്. അപ്പോൾ നമുക്കുള്ള തേങ്ങ കൊണ്ട് പുട്ടും ഉണ്ടാക്കാം.
ഗ്രീൻ പീസ് കറി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ എനിക്കാണെങ്കിൽ പഴമൊക്കെ ഇരിപ്പുണ്ട്, എനിക്ക് പുട്ടും പഴമൊക്കെ ഇഷ്ടം. അപ്പം എനിക്കിപ്പോൾ ഇച്ചിരി കറി കുറഞ്ഞാലും ഞാൻ പഴമൊക്കെ വെച്ച് എനിക്ക് പുട്ട് തിന്നാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ല. ശ്രീഹരിക്ക് മതി കുറച്ച് കറി. ശ്രീഹരിക്ക് ഇങ്ങനെ പുട്ടും പഴവും വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് പുട്ടും പഴവും പഞ്ചസാരയും. പക്ഷെ ഞാനിപ്പം പഞ്ചസാര മാക്സിമം കുറയ്ക്കുകയാണ്. ഞാൻ ചായക്കകത്തൊന്നും പഞ്ചസാര ഇടത്തില്ല. പിന്നെ എനിക്കത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചായ കിട്ടണം. ഞാനും ശ്രീഹരിയും ഭയങ്കര ചായ അഡിക്റ്റ് മീൻസ് രാവിലെ വൈകും ചായ വേണം. ചായ ഇല്ലാതൊരു കളി ഞങ്ങളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ചായ കുടിക്കുന്നതും പിന്നെ കോഫി വല്ലപ്പോഴും ഒക്കെ, അല്ല വലിയ കോഫി അഡിക്റ്റ് അല്ല ഞങ്ങൾ. പുറത്തു പോകുമ്പോൾ ഇപ്പം മസാല ദോശ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കോഫി കുടിക്കാനൊരു ഇഷ്ടമുണ്ട്. ഇന്ത്യൻ കോഫീസിലെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഞാൻ കാപ്പി ഇടത്തുള്ളൂ, തോന്നുമ്പോഴൊക്കെ. പുറത്ത് പോകുമ്പോഴാണ് മെയിനായിട്ടും ഇവിടെ ഹട്ടി കാപ്പി എന്നൊക്കെ കാപ്പി കുടിക്കാനും ഒക്കെ. അപ്പം അല്ലാതെ വീട്ടിലെനിക്ക് ഞാൻ കൂടുതലും ഇഷ്ടം ചായയാണ്. ഞാനാണെങ്കിൽ എത്ര ചായ ഞാൻ ഇഷ്ടംപോലെ കുടിച്ചോളും. ആര് ചായ ബാക്കി കൊണ്ടുവന്നാലും എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ ചായ ബാക്കിയാണേലും ഞാൻ കുടിച്ചോളും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ചായ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഒരു ചായ അതിപ്പോൾ എനിക്ക് മധുരം വേണമെന്നൊന്നുമില്ല. പണ്ടൊക്കെ ഞാൻ നല്ലപോലെ മധുരമൊക്കെ ഇട്ടായിരുന്നു ചായ കുടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല മധുരം വേണമായിരുന്നു ചായക്കൊക്കെ. അപ്പം ഞാനും ആ ഒരു ശീലമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ വെയിറ്റ് ലോസിലേക്ക് കടന്നപ്പോഴത്തേനും ഞാൻ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. കുടിച്ചു വന്നപ്പോഴത്തേനും എനിക്ക് കുഴപ്പമില്ല, മധുരമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ചായ കുടിക്കാം, എനിക്ക് ചായ മതി എന്നുള്ളൊരു ഇതാണ്. അപ്പം രാവിലെയും വൈകിട്ടും 2 ചായ ഞങ്ങളിപ്പം അതങ്ങനെ ആക്കി. ആദ്യം ശ്രീഹരി രാവിലെ ചായ കുടിക്കുമായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ഒരു ചായ കുടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊരു ചായ കുടിക്കുമായിരുന്നു. പിന്നെ ഓഫീസിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് 11 മണിക്കൊരു ചായ കുടിക്കുമായിരുന്നു. വൈകുന്നേരം ചായ കുടിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ചായ കുടിക്കുമായിരുന്നു. അങ്ങനെ 5 ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം അതൊക്കെ നിർത്തി 2ലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ചായയും വൈകിട്ടത്തെ ചായയും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇടച്ചായകളൊക്കെ ഒഴുക്കി. പിന്നെ നമ്മൾ പുറത്തിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കുടിക്കും. അപ്പം നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നല്ല സെറ്റായിട്ടിരിക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ ഗ്രീൻ പീസ് കറി ചൂടാക്കാൻ വെച്ച് പുട്ടും റെഡിയായി, ഗ്രീൻ പീസ് കറിയും റെഡിയായി. ഞാൻ ശ്രീഹരിക്ക് ഓൾറെഡി കൊടുത്തു. ഇനിയിപ്പം ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സബോളയുടെയൊക്കെ തൊലിയും കളഞ്ഞു വെച്ചു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം ഞാൻ പിന്നെ വേഗം തന്നെ ചിക്കനൊക്കെ കഴുകി നമുക്ക് വേണ്ട ഫ്രൈഡ് റൈസിന് വേണ്ട പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. അരിഞ്ഞില്ല. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്തൊരു അരമണിക്കൂർ വെച്ചാൽ മതി. ഒത്തിരി നേരമൊന്നും വെക്കേണ്ട. വെച്ചിട്ട് നമുക്ക് അരിയാൻ തുടങ്ങാം നമ്മുടെ കാര്യങ്ങളൊക്കെ. പിന്നെ അരി ഓൾറെഡി ആയിരിക്കേണ്ട ആ ഒരു പ്രശ്നമില്ല. നമുക്കിനി ആ ഒരു സമയത്ത് തുറന്നാൽ മതി. പിന്നെ നമുക്ക് ഞാൻ വേഗം അധികം നേരം ഞാൻ ഇരുന്നില്ല. കാരണം എനിക്ക് വേഗം ഇതെല്ലാം തീർത്തിട്ട് നമുക്ക് ഇരിക്കാം. അതാകുമ്പോൾ സമാധാനമായിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റും. ഉച്ചക്കത്തെ ഫുഡും കൂടെ ഇതാകുമ്പോൾ വേഗം തീരുകയും ചെയ്യും. അതാണ് കൂടുതൽ. കുറേ കറികളൊന്നും നമുക്ക് ഉണ്ടാക്കണ്ടല്ലോ. ഇത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ സാലഡൊന്നുമില്ല. ഞങ്ങൾ അല്ലെങ്കിൽ സാലഡ് എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സാലഡ് ഞാൻ എടുക്കാറില്ല. എനിക്ക് ബിരിയാണി ആണെങ്കിൽ ഞാൻ എടുക്കും, എനിക്കിഷ്ടമാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഞാൻ സാലഡ് എടുക്കാറില്ല. അപ്പോൾ ഇത് രണ്ടും മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് വേഗം ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇതിപ്പം 1 കിലോ ചിക്കൻ ഉണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത ബോണുള്ള പീസുകളാണ്. ഞങ്ങൾക്ക് ബോണുള്ള പീസ് കൊണ്ട് ചില്ലി ചിക്കൻ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, ബോൺലെസ്സിലും. അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ സോയാ സോസ് ഒരു 1-1.5 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് ഒന്ന് ചെറുതായിട്ട് മിസ്സായിപ്പോയി. അപ്പം മുളക് പൊടി ഒരു ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കും. ഇതാണ് എൻ്റെ ഒരു മാരിനേഷൻ. ഞാൻ കോൺഫ്ലോർ ചേർക്കാറില്ല ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴുക്കി. ഇതിന് സൺഫ്ലവർ ഓയിലാണ് നല്ലത്.
പിന്നെ എണ്ണ ചൂടായതിന് ശേഷം ഈ ഒത്തിരി ഡീപ്പ് ഫ്രൈ അല്ല ഞാൻ ചെയ്യുന്നത്, ഈ ഒരു ഇത്ര എണ്ണ ഒഴിച്ച് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസിനും ചില്ലി ചിക്കനും ഒക്കെ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇത്രയും ഈ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്യുക, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. പിന്നെ ഇത് സ്പ്രിംഗ് ഒനിയൻ ആണ്. ഇത് രണ്ടിനും വേണ്ടിയിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും ഗ്രീൻ പാർട്ടും ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ക്യൂബ്സായിട്ട് നമ്മുടെ ഒനിയനും ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെക്കണം. അതിനിടയ്ക്ക് ഞാൻ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ടു. എന്നിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് ഒരു ചെറിയ ഒനിയനും ഒരു ചെറിയ ഭാഗം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞും വെക്കണം. പിന്നെ അതിന് രണ്ടിനും വേണ്ട പച്ചമുളകും വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി ബാക്കിയുള്ള എണ്ണയിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാം ചില്ലി ചിക്കന് വേണ്ടിയിട്ട്. അപ്പം കുറച്ച് ഗാർലിക്ക്, ഒരു 3-4 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗവും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഉള്ളി ചെറുതായിട്ട്, നമ്മുടെ ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഓരോ ടീസ്പൂൺ വീതം ഞാൻ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് അവസാനം നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത നമ്മുടെ ഒനിയനും ക്യാപ്സിക്കവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കുക. അതൊക്കെ അങ്ങനെയൊന്നും സാധാരണ ഒറിജിനൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല, ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കോൺഫ്ലവർ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് കൊടുക്കുക. ഒന്ന് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇട്ടേക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ വേണമെങ്കിൽ നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഒരു ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി. ഇത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും അല്ല, ഞാൻ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ചില്ലി ചിക്കനാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വലിയ പാൻ എടുക്കുക. അതിലേക്ക് എണ്ണ തന്നെയാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് കുറച്ച് ഗാർലിക് അരിഞ്ഞതും സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗവും പിന്നെ 2 പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിനകത്ത് വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൽ ക്യാബേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ശ്രീഹരിക്ക് ക്യാബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിൽ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. പിന്നെ നമ്മുടെ ബീൻസ്, ക്യാരറ്റ് പിന്നെ അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒത്തിരി ചേർക്കല്ല, കാരണം സോയാ സോസ് നമ്മൾ ചേർക്കുമ്പോൾ അതിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. എല്ലാം ഓരോ ടീസ്പൂൺ വീതം വെച്ച് മതി. ആ ഒരു കണക്കിന് അങ്ങ് ചേർത്താൽ മതി. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ആക്ച്വലി. ഇനി നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഇളക്കി സെറ്റായ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡിയായി. അപ്പം ഇത് നല്ല സൂപ്പറായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ശ്രീഹരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. മീൻസ് നമ്മൾ ഓറിയോൺ മോൾ വരെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഓറിയോൺ മോള്. അപ്പം ഇച്ചിരി ദൂരമുണ്ട്, എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് പോകും. അപ്പം ഇന്ന് ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ അല്ലേ, അപ്പം ഒന്ന് ഓറിയോൺ മോൾ വരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ശ്രീഹരി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തോ അവിടെ ഇരുന്ന് എന്നോട് പറയുന്നുണ്ട്, അതാണ് ഞാനിങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ശ്രീഹരി വന്നു. ഇനി നമുക്ക് നമ്മുടെ ഓട്ടോ ബുക്ക് ചെയ്താണ് പോകുന്നത്, കാരണം ഇച്ചിരി ദൂരമുണ്ട്. പിന്നെ ഈ സമയത്ത് ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമാകും, ഇങ്ങനെ നിർത്തി ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് ഇങ്ങനെ പോകാനായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു, വിചാരിച്ച പോലെ. അങ്ങോട്ട് ഇപ്പോൾ ഹൈവേ ആയിട്ടില്ല. ഹൈവേ അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേനും നല്ല ഒന്നാന്തരം ബ്ലോക്കായിരുന്നു. എന്തായാലും അങ്ങേരെ കുത്തിത്തിരികെ എല്ലാം കയറ്റി ഞങ്ങളെ അവിടെ കൊണ്ട് എത്തിച്ചു. ഒത്തിരി ഓട്ടോക്കാരൻ മിടുക്കനായതുകൊണ്ട് ഞങ്ങളെ ഒത്തിരി നേരം അങ്ങനെ വിഷമിപ്പിച്ചില്ല. അവസാനം നമ്മൾ ഓറിയോൺ മോളിലെത്തി.
അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഉണ്ട്. ഞാനിങ്ങനെ മിനി വ്ളോഗൊക്കെ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരിക്കാനാണ് ആക്ച്വലി ഞങ്ങൾ പോകുന്നത്. അതിനു മുമ്പ് ചുമ്മാ അവിടെ എല്ലാം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം കടകളും ഒക്കെ നോക്കി. ഞങ്ങളെ ഇവിടെ ഒന്നും കയറി മേടിക്കാറില്ല. പിന്നെയും വല്ലപ്പോഴും ഇങ്ങനെ ഹോം സെൻറ്ററിലോ അങ്ങനെ അല്ലെങ്കിൽ ട്രെൻഡ്സിൽ മാക്സിൽ അങ്ങനെയുള്ളിടത്തൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കയറാറുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ എല്ലാം കണ്ട് ഇങ്ങനെ കണ്ടിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവും. എന്നിട്ട് വല്ലതും കഴിക്കാൻ അപ്പോൾ കഴിക്കാൻ തോന്നുവാണെങ്കിൽ വല്ലതൊക്കെ മേടിച്ച് കഴിക്കും. അല്ലെങ്കിൽ ഇതുപോലെ കാപ്പി കുടിക്കും. ഇങ്ങനെ പുറത്ത് പോകുമ്പം ഇതിനകത്ത് ഹട്ടി കാപ്പിയില്ല, അവിടെ കയറി ഞങ്ങൾ 2 കോഫിയൊക്കെ കുടിക്കുമായിരുന്നു. അപ്പം ചെറിയ മഴ തണുപ്പായതുകൊണ്ട് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ട് വന്നിട്ട് ഒരു കോഫി കുടിക്കാനൊക്കെ നല്ല സുഖം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അതൊക്കെ ചുമ്മാ വായിച്ച് ഇരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ആ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ എനിക്ക് ഹോം സെൻറ്ററിലൊന്ന് കയറി നോക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഹോം സെൻറ്ററിൽ കയറാൻ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അവിടെ നല്ല രസം. അവിടെ ചെന്ന് കുറേ നേരം ഇരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതിനാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. ആക്ച്വലി വേറെ ഒന്നിനുമല്ല ഈ ഓറിയൻ മോളിൽ വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനാണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരും. പ്രത്യേകിച്ച് വീക്കെൻഡിൽ, ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെന്താ ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ തന്നെ. പിന്നെ ഇതുപോലെ അവിടെ ഇരുന്ന് എന്തോ ഞങ്ങൾ ചെന്നപ്പോഴേ അവിടെ കയറി കോഫി കുടിച്ചു. വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഞാൻ ശ്രീഹരി എന്നോട് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ച് കുടിക്കാമെന്ന്. അപ്പോൾ എന്തോ എനിക്ക് തോന്നിയില്ല, അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഈ കുളത്തിൽ മീനൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളിരുന്നു, കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയും നല്ല സുഖമാണ്. അതാണ് മെയിൻ കാര്യം. ഈ ഒരു ടൈമിൽ 4:30-5 മണി ടൈം നല്ലൊരു സമയമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഓറിയോൺ മോളിൽ വന്ന് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഇങ്ങനൊരു സ്പേസ് ഞങ്ങൾ കണ്ടേയില്ല, ചുമ്മാ എന്തിനോ വന്നതാണ് ആ സമയത്ത്. അപ്പം വന്നപ്പോഴത്തേന് ഇത് കണ്ടു. അത് ഞങ്ങളൊരു ഉച്ച സമയത്തായിരുന്നു. അപ്പം ഭയങ്കര വെയിലും കാര്യങ്ങളും ആയാലും ഭയങ്കര തിരക്കുമായിരുന്നു ആ ഒരു ഉച്ച സമയത്ത്. അപ്പം തൊട്ട് ഞങ്ങൾ പിന്നീട് വന്നപ്പോഴൊക്കെ അപ്പോഴേ വിചാരിച്ചു ഇനി ഒരു 4:30-5 മണി ടൈമിൽ ഇവിടെ വരാമെന്ന്. അങ്ങനെ പിന്നെ വരുമ്പോഴെല്ലാം ഞങ്ങൾ ഈ ഒരു സമയം നോക്കിയേ വരത്തുള്ളൂ. അപ്പം അവിടെ ഇഷ്ടം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ, സമ്മറിൽ വരുന്നില്ല, ഈ ഒരു ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നല്ല സുഖമാണ് വന്നിരിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ എനിക്ക് ഷോർട്സിനും മിനി വ്ലോഗ് ഇടാനും ഒക്കെ ഉള്ള വീഡിയോ എടുത്തു. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഇരിക്കാൻ നല്ല സുഖമായതുകൊണ്ട്, പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. ഇവിടുന്ന് കുടിച്ചാൽ മതിയായിരുന്നു, അവിടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ നല്ല സുഖം. എന്നോട് ശ്രീഹരി പറഞ്ഞു. പക്ഷേ ഇനി ഞാൻ എന്തോ നേരത്തെ മുകളിൽ ഫുഡ് കോർട്ടിൽ വെച്ച് കുടിക്കാമെന്നങ്ങ് പറഞ്ഞു. അവിടെ പിന്നെ ഇങ്ങനെ പിള്ളേർ ഇതിൽ ഞങ്ങൾക്ക് കയറണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇതിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റുമെന്ന് പിള്ളേരെ കയറ്റുന്ന. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ പെൺപിള്ളേർ, അത്യാവശ്യം കുറച്ച് കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേർ അതിൻ്റെ പുറകിന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വലിയ ഇതിൽ പോകുന്നേ കണ്ടു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പറഞ്ഞാൽ കയറ്റുമോ എന്നുള്ളത്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ ചോദിക്കും ഇത് ഞങ്ങളെ കയറ്റുമോ എന്നുള്ളത്. ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ കുറച്ച് പെൺപിള്ളേരിരുന്ന് ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പം അവരെ കയറ്റി. അപ്പം ഇനി നമ്മളെ കയറ്റുമെന്ന് അറിയത്തില്ല. ഇനിയും പോകുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടേതായ കുറച്ച് സെൽഫിയും കാര്യങ്ങളുമൊക്കെ എടുത്തു. കുറേ നേരം നിന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് മുമ്പോട്ടൊക്കെ നടന്ന് പിന്നെ അവിടെ ഇതിന് വേറൊരു ഭാഗത്ത് കുറേ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആ കാണുന്ന ഭാഗത്ത് അവിടെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇരിക്കാനൊക്കെ. ഞങ്ങൾ അങ്ങോട്ട് ആദ്യം ടൈമിൽ വന്നപ്പോൾ അവിടെയൊക്കെ ഇരുന്നായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഞങ്ങൾ ഈ ട്രെയിനിൻ്റെ പുറകിന് കയറാൻ പറ്റുമല്ലോ എന്ന് ആക്ച്വലി അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫ്രണ്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പം ഒരു കുളത്തിനകത്ത് പ്രാവിരുന്ന് കുളിക്കുന്നത് കണ്ടു. ചുമ്മാ ഒരു രസം. ഞങ്ങൾ പിന്നെ അതിൻ്റെ അടുത്തേക്കാണ് നേരെ പോയത്. പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ, അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് ഞാൻ പോയതാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ചെറുതായിട്ട് മഴ ചാറാൻ ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചിങ്ങി കയറി.
പിന്നെ അങ്ങ് മഴ ചെറുതായിട്ട് ചാറാനൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങ് പോകാമെന്ന്. ഒന്നാമത് ദൂരമുണ്ട്, കുറച്ചുകൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്കൊക്കെ ആവും, പിന്നെ ഒത്തിരി ലേറ്റ് ആവും വീട്ടിലെത്താൻ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചുള്ള ഓട്ടോ ബുക്ക് ചെയ്തു. അപ്പോഴത്തേനും മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. അപ്പം തിരിച്ച് ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ ഇതിനടുത്തൊരു രാമേശ്വരം കഫേ ഉണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചതാണ് ഇപ്പം മഴ പെയ്തു, മഴയൊന്നും ഇല്ലെങ്കിൽ അവിടെ കയറണമെന്ന്. പക്ഷേ കയറാൻ പറ്റിയില്ല. മഴക്കാർ ഇങ്ങനെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴ അങ്ങ് നല്ലോണം പോയി. റോഡിലാണെങ്കിൽ നല്ല തിരക്കുമായിരുന്നു. മഴ ഭയങ്കരമായിട്ടും പെയ്തു തുടങ്ങി അങ്ങ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മഴയത്തുള്ളൊരു ഓട്ടോ. ഈ ഒരു യാത്ര മഴയും കാറ്റുമൊക്കെ ആയി. കണ്ടോ, ഭയങ്കര ബ്ലോക്ക്. അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ടൊക്കെ വന്നു. ഇനിയിപ്പം വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ചപ്പാത്തി മാത്രം, അതും കുറച്ചുണ്ടാക്കിയാൽ മതി, ഒരു 3-4 ഉണ്ടാക്കിയാൽ മതി. റൈസ് കുറച്ച് ഇരിപ്പുണ്ട്, നമ്മുടെ ചില്ലി ചിക്കനും ബാക്കി ഇരിപ്പുണ്ട്. അപ്പം ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് ഇനിയും വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കാനും പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു സാറ്റർഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.